ഒരു പെണ്ണിന് പെണ്ണിനോട് ഇഷ്ടാവുക അല്ലെങ്കിൽ ഒരു ആണിനോട് ഇഷ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കട്ടെ. ഒരിക്കലും ഉൾക്കൊള്ളില്ല, അങ്ങനെ ഒരു ഇതില്ല, താല്പര്യമില്ല. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല. എനിക്കറിയില്ല, ഇനിയിപ്പോ കുറച്ച് എനിക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ആകാത്തവരെ ഇങ്ങനെ ആക്കി എടുക്കണമെന്ന് ഒരിക്കലും വിചാരിക്കുക. അതാണ് ആകാത്തവരൊരിക്കലും ആക്കി എടുക്കാൻ പറ്റില്ല. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആക്ച്വലി, ലെസ്ബിയൻ ആണ്. ആൾക്ക് വീട്ടിൽ പറയാൻ പേടിയാണ്. സമൂഹം അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ഇത് പെണ്ണാവാൻ ശ്രമിക്കുകയാണ് അവരുടെ ശരീരത്തിന് അവയവം മുറിച്ചു മാറ്റിയിട്ട് എന്നാ പോട്ടെ എന്ന് വെച്ചിട്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര വേദനയാണ് സത്യത്തിൽ കാണുമ്പോൾ. സമൂഹത്തിൽ ഒരുപാട് അവഹേളനം സഹിക്കുന്നില്ല. ആരുടെ കുറ്റം? അവരുടെ കുറ്റമാണ്, മാതാപിതാക്കളുടെ കുറ്റമാണ്. അല്ല, അവരുടെ കുറ്റമാണോ? കുഞ്ഞുങ്ങളുടെ കുറ്റമാണോ? അല്ല, ആണെന്ന് പറയുന്നില്ലല്ലോ. മനസ്സുകൊണ്ട് അവർക്കെതിരായിരുന്നു ഞാൻ. പുരുഷനാണെങ്കിൽ അത് പെണ്ണിന്റെ മനസ്സോടെയാണ്. അത് ആ കുട്ടികൾ പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. ആണുങ്ങളുടെ കാര്യമാണല്ലോ അത് തന്നെയാ. അതെ, അത് അവർക്ക് അസുഖമൊന്നും അല്ല എന്നാണ് ഞാൻ പറയുന്നത്. രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തോടെ ഒരേ മനസ്സുള്ളവർ മാത്രം അവരെടുക്കണുള്ളൂ. ആരെയും നീ ഇവിടെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പിന്നാലെ പ്രണയലേഖനം കൊണ്ട് നടക്കുന്നില്ല. അവരെ ദൈവം അങ്ങനെ സൃഷ്ടിച്ചു, അവര് പരസ്പരം എടുക്കും. പക്ഷെ അമ്മമാര് വിചാരിക്കണെന്ന് അറിയാമോ, ഓളുടെ അടുത്ത് കൂടെ പോയിട്ടുണ്ടോ അങ്ങനെ തന്നെ, അതുകൊണ്ട് കൂടെ പോകാൻ പാടില്ല. അവർ ആ ടൈപ്പാണ്. രമേശ് ഏട്ടൻ തുറന്നു പറഞ്ഞു എന്നുള്ളൂ, പലരും അത് ഉള്ളിൽ വെച്ചിട്ട് പുറത്തേക്ക് വേറെ പറയും. അമേരിക്കയിലുള്ള ഫ്രണ്ടാണ്. ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്ന ഐ എം എ ക്യാറ്റ്, ഐ എം എ ഡോഗ് എന്നൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് ഇവിടെ ഇപ്പോഴും വന്നിട്ടില്ല, പക്ഷെ വരും, ഉടനെ തന്നെ വരും. പിന്നുകൊണ്ട് കുത്തി എന്നൊരു കുട്ടി പറഞ്ഞിട്ടുണ്ട്, യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പിന്നുകൊണ്ട് കുത്തുന്നത്. അപ്പൊ എന്തുകൊണ്ടാണത്? കാതൽ കണ്ട സമയത്ത് ഒരു സഹപ്രവർത്തക എന്നുള്ള രീതിയിൽ സിനിമ എന്താ തോന്നിയില്ല? ഏറ്റവും മോശമായിട്ടും ചിത്രീകരിക്കുക, മനോഹരമായിട്ടും ചിത്രീകരിക്കുക. നമുക്ക് കഥാപാത്രം ചെയ്തതിൽ സാഷ്ടാംഗപ്രണാമം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ചെന്ന് കഴിഞ്ഞ ഉടനെ കയറി ചെന്ന് ഞാൻ കെട്ടിപ്പിടിച്ചു കഴിയുമ്പോൾ ഞാൻ കാതിൽ കണ്ടു എന്ന് പറയാൻ കെട്ടിപ്പിടിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, ഇവിടെ ആളുകൾ നിൽക്കുന്ന കാതിൽ പോരാത്ത കാതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം. പ്രണയത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ല, ലിംഗവ്യത്യാസമൊന്നുമില്ല എന്നൊക്കെ സാഹിത്യ സൃഷ്ടിയിൽ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായെങ്കിലും മലയാള സിനിമയിൽ അതിൻ്റെ പകർപ്പുകൾ ഈ അടുത്തേ കണ്ടിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ മറ്റൊരു വേർഷനാണ് സീ ഓഫ് ലവ് അഥവാ കടലോളം സ്നേഹം എന്ന സിനിമ സംസാരിക്കുന്നത്. സിനിമയുടെ പ്രധാന താരങ്ങളും സംവിധായകരും ഒക്കെ ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊമോഷണൽ ഭാഗമായിട്ട് ഒരു പ്രസ് മീറ്റ് കൊടുത്തതൊക്കെ കണ്ടായിരുന്നു. അത് ഭയങ്കര വിവാദമാവുന്നത് പോലെയും ഒരു വാക്തർക്കം ഉണ്ടാവുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നിയത് അതൊരു പ്രൊമോഷൻ സ്റ്റണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞതിനെ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് അതിനെക്കുറിച്ച് പറഞ്ഞ ഞാൻ ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. സ്വർഗരതിയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. അതില്ലാത്ത ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതാ ഞാൻ പറഞ്ഞുള്ളൂ. അതിന്റെ പിന്നെ അങ്ങനെ ഇതിൽ പെട്ടുപോയ ആളുകളുണ്ട്. അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗ്ഗം പ്രകൃതിയുടെ ഇതുകൊണ്ടോ അല്ലെങ്കിൽ ജന്മന അങ്ങനെ ആയതുകൊണ്ടോ ഒക്കെ ഉള്ള ആളുകളുണ്ട്. അവരെ ഉപദ്രവിക്കരുത്. അവരുടെ മേൽ മറ്റു ആരോപണങ്ങൾ ഉണ്ടായിച്ച് അവർക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. അതിന് ചെയ്യുന്നതോട് എനിക്ക് യോജിപ്പില്ല. അവരെ ഉപദ്രവിക്കുകയും അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളെ ഇത് കൂടുതൽ ഇതിലേക്ക് വരാൻ വേണ്ടി പ്രേരണ ഉണ്ടാവരുത്. അത് ഞാൻ ചോദിക്കുന്നത് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. അതായത് ഇപ്പോൾ ശാസ്ത്രം ഒരുപാട് വളർന്നിരിക്കുന്നു, മാനവികത ഒരുപാട് വികസിച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒരാണും ആണും തമ്മിൽ പ്രണയം ഉണ്ടെങ്കിൽ അത് ഭയങ്കര ടാബു ആയ ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ഒരു പെണ്ണിനും ചിലപ്പോൾ പ്രണയം ഉണ്ടാവും. അത് പ്രകൃതി വിരുദ്ധത അതിലില്ലാന്ന് കാലങ്ങളും പഠനങ്ങളൊക്കെ തെളിയിക്കുന്ന LGBT കമ്മ്യൂണിറ്റി ഒക്കെ വരുന്നു. അപ്പൊ അവിടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇത് എതിർപ്പ് എന്ന് പറയുമ്പോൾ കോട്ടയം രമേശ് സ്വയം പഴഞ്ചനായി മാറുകയല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞാലും എനിക്ക് അതിൽ വിരോധമില്ല. കാരണം എന്താ വെച്ചാൽ സ്വതവേ അത് അങ്ങനെയാണല്ലോ, ഞാനൊരു പഴഞ്ചനാണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്കതിൽ പരിഭവമോ പരാതിയോ ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇന്ന് ഇതിന്റെ അഗാധമായ ഇതിനെക്കുറിച്ച് പഠിക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടുമില്ല. ഈ ഒരു സിനിമ കാരണം ഇത്രയും സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എങ്കിൽ പോലും ഈ പറഞ്ഞ പ്രകൃതിക്ക് അനുകൂലമല്ലാത്ത അല്ലെ പ്രകൃതിയിൽ സംഭവിക്കാത്തതായ കാര്യങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ അങ്ങനെ ആയി പോയവരുണ്ടാവും. അല്ല, അപ്പൊ ഞാൻ വേറെ ചോദിച്ചോട്ടെ, അറിഞ്ഞോ അറിയാതെയോ ഇപ്പൊ സ്വയം ഇഷ്ടമില്ലാത്ത ഒരു ശാസ്ത്രീയ വശം, ഇഷ്ടമില്ലാത്തൊരു ശാസ്ത്രീയ വശം, അത് ഒരു സിനിമയുടെ ഭാഗമാവുന്നു. നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് എന്നല്ലേ ഉദ്ദേശിച്ചേ? പൈസ മേടിച്ചിട്ടൊക്കെയാണല്ലോ അഭിനയിക്കുക. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ അതിനെ എൻഡോസ് ചെയ്യല്ല, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എൻഡോസ് ചെയ്യല്ല. ഞാൻ അതിനെതിരെ നിന്ന ആ മാതാപിതാക്കളുടെ അവസ്ഥ ഉണ്ടല്ലോ, അത് നമ്മൾ ചിന്തിക്കണ്ടേ? ആ സമൂഹത്തിന് നമ്മൾ ചിന്തിക്കണ്ടേ? മറ്റുള്ള ആളുകളെ നമ്മൾ ചിന്തിക്കണ്ടേ? ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടല്ലോ, അവരോട് ചേരുമ്പോഴാണല്ലോ സമൂഹമാകുന്നത്. അപ്പൊ ഞാൻ ആ പക്ഷത്താണെന്ന് കൂട്ടിക്കൊണ്ടാവുന്ന ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എന്താണ് അങ്ങനെ ഒരു പിതാവിനുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും അതറിയാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ആഗ്രഹം കാണുമായിരിക്കും.
അതിന് വേണ്ടി ഭാഗമായതാണ്. അതിനുവേണ്ടി ഭാഗമായതാണെങ്കിൽ എന്നെ ശിക്ഷിക്കാൻ പറ്റും. അല്ല, ശിക്ഷിക്കാനൊന്നുമില്ല, ശിക്ഷിക്കലൊന്നുമില്ല. അല്ല, അതായത് ചോദിച്ചത്. ഞാൻ അങ്ങനെ ആ കഥാപാത്രത്തിന്റെ വിഷമം, വേദന, അതിന് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഈ പറഞ്ഞ നേരെ അതായത് ഒരു പെൺകുട്ടിയുടെ അച്ഛനായിരിക്കെ ആ പെൺകുട്ടി പറയുകയാണ് എനിക്ക് മറ്റൊരു പെൺകുട്ടിയോടാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ അച്ഛനുണ്ടാവുന്ന മനോവിഷമം അത് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കലയിലൂടെ അല്ലെങ്കിൽ അഭിനയത്തിലൂടെ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കലും എനിക്കത് ഉൾക്കൊള്ളാൻ പോലും പറ്റത്തില്ല. ഒരിക്കലും ഉൾക്കൊള്ളില്ല. ഇല്ല, എനിക്ക് അതിനോട് അങ്ങനെ ഒരു ഇതില്ല, താല്പര്യമില്ല. അങ്ങനെ ഒരു ഇത് കാര്യത്തോട് നമ്മൾ അന്വേഷിക്കുന്നത് താല്പര്യം വെച്ചിട്ടില്ല. താല്പര്യം ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യത്തോട് ഞാൻ അതിൽ അനുകൂലിക്കാതെ അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇത് മഴവിൽ ക്യാമ്പയിനോടുകളൊക്കെ എതിർപ്പാണ്. അതെ, ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. ഇവര് മൊത്തം ഡിനോട്ട് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട്, സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, കലാകാരന്മാരായിട്ടുള്ള ആളുകളുണ്ട്, ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരോടൊക്കെ നമുക്ക് നല്ല ലോകം, അവരോട് എനിക്ക് പിണക്കോ വൈരാഗ്യമോ ഒന്നുമില്ല. അവര് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഭാഗം ഞാനും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ഞാനും അങ്ങനെ കൊണ്ടുപോയിട്ട് ഭക്ഷണം പങ്കുവെച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അതിലൊന്നും നമുക്കൊരു എതിർപ്പോ വെറുപ്പോ ഒന്നും ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ വേണ്ട എല്ലാവർക്കും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു സപ്പോർട്ട് ചെയ്തു തരാം എന്നും പറഞ്ഞ ഒരു സ്ഥാപനമൊന്നും നമ്മൾ നടത്തേണ്ട കാര്യമില്ല. കൊച്ചി മെട്രോ അവർക്ക് ജോലിയൊക്കെ കൊടുത്തു കുറച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു സിനിമ എടുക്കരുതെന്നാണ്. പ്രോത്സാഹനമല്ലല്ലോ ഇത്, പ്രോത്സാഹിപ്പിക്കാനല്ലോ സിനിമയിൽ ഉള്ള കഥ. അത് സിനിമ കാണുമ്പോൾ നമുക്ക് അവർക്ക് മനസ്സിലാവും. പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. അങ്ങനെ ആയാൽ അവരുടെ വഴിക്ക് വിട്ടേക്കുക എന്നുള്ള ഒരു ഇത്, അത് അതിനോട് യോജിപ്പുണ്ട്. പക്ഷെ അവരെ കൂടുതൽ നമ്മൾ ഇതെങ്ങനെ പ്രേരിപ്പിച്ച് ഇനിയുള്ളവർക്ക്, ഇനിയും പിന്നിൽ നിൽക്കുന്നവരും അല്ലെങ്കിൽ ഇങ്ങനെ ആകാത്തവരെ ഇങ്ങനെ ആക്കിയെടുക്കണമെന്ന് ഒരിക്കലും വിചാരിക്കുക. അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ആകാത്തവരൊരിക്കലും ആക്കിയെടുക്കാൻ പറ്റില്ല. അതല്ല, അതൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല, പറയാൻ പറ്റത്തില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഗംഭീര പെർഫോമൻസ് ആണ് രമേശ് ചേട്ടന്റെ. അതായത് ആ ജുമൈല എന്ന് പറയുന്ന ഈ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ള കുട്ടിയെ പിന്തുണയ്ക്കുന്ന ആ കുട്ടിയുടെ ഫാദറാണ്. രഹസ്യമായിട്ട് ആ കുട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരു നല്ല അത്ര മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. അല്ല, ക്യാരക്ടർ അത്രത്തിൽ നന്നായിട്ട് ഉൾക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ആശയത്തെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ദിൽഷയുടെ അഭിപ്രായം എന്താണ്? ഈ LGBTQ+ കമ്മ്യൂണിറ്റിയെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ടോ? അതോ ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു 14 വയസ്സിനൊക്കെ ശേഷം തിരിച്ചറിയുന്ന പെൺകുട്ടിയുടെ അട്രാക്ഷൻ ഇരിക്കുന്നത് മറ്റു പെൺകുട്ടികളോടാണ് എന്ന് ആ കുട്ടി സ്വയം മനസ്സിലാക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയോട് ഇതൊക്കെ തെറ്റാണ്, അവിടെ ഇതൊക്കെ പ്രകൃതിയുടെ ഒരു വികൃതി മാത്രമാണ്, ഇത് ഉൾക്കൊള്ളരുതെന്നാണ് പറയേണ്ടത്. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല. പിന്നെ ഞാൻ ഇന്ന ടീമിനെ നമ്മൾ ചേർത്ത് പിടിക്കണം, ഇന്ന ടീമിനെ അകറ്റി നിർത്തണം, അങ്ങനെ ഒരു ഇതിനോട്, കാരണം അങ്ങനെ ചേർത്ത് പിടിക്കേണ്ട ആളുകളാണോ? നമ്മളെല്ലാവരും ഒരേപോലെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇന്നൊരു വിഭാഗത്തിനെ അവരെ നമ്മളെല്ലാവരും മാറ്റി നിർത്തുന്നു. ആക്ച്വലി അങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമേ ഇല്ല. എല്ലാവരും ദൈവം ഓരോരുത്തർ സൃഷ്ടിച്ചത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലേ. അപ്പൊ അവരെ സൃഷ്ടിച്ചത് ഇങ്ങനെ ഒരു എന്താ പറയാ, എനിക്കിപ്പോ എനിക്കറിയില്ല, ഇനിയിപ്പോ കുറച്ച് എനിക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നലുണ്ടായല്ലോ, അതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇപ്പത്തെ അവസ്ഥ. അല്ല, ഞാൻ ഇപ്പത്തെ സമൂഹം അങ്ങനെയാണ്, അതാ ഞാൻ പറയുന്നത്. ഇപ്പത്തെ സമൂഹം നമ്മളോട് അത് ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പൊ പലരും, എനിക്ക് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആക്ച്വലി. ആളെ ലെസ്ബിയൻ ആണ്. അപ്പം ആളിതുപോലെ ആൾക്ക് വീട്ടിൽ പറയാൻ പേടിയാണ്. എന്നിട്ട് ആള് കല്യാണം കഴിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ട് ആൾക്ക് അവിടെ എന്തായാലും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഡിവോഴ്സ് ആയി തിരിച്ചു വന്നു. പക്ഷെ സ്റ്റിൽ ആൾക്ക് ഇതിനെക്കുറിച്ച് വീട്ടില് ഇതുവരെ പ്രസന്റ് ചെയ്തിട്ടില്ല. കാരണം പേടിയാണ്, അമ്മ എങ്ങനെ അതിനെ സ്വീകരിക്കും, അല്ല അമ്മ അതിനെ എതിർക്കുവോ, അമ്മയ്ക്ക് പിന്നെ എന്നോടുള്ള ഇഷ്ടം കുറയോ, അങ്ങനെയുള്ള ടെൻഷനും പേടിയൊക്കെ ആൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനപ്പം ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, അപ്പം അവർക്ക് അങ്ങനെ ഒരു തോട്ട് വരാനുള്ള കാരണം എന്താ? കാരണം അവര് കണ്ടുവരുന്നത് അങ്ങനെയാണ്, ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നതും ഇങ്ങനെ അവരെ വേറെ രീതിയിൽ കാണുന്നതൊക്കെ ആയിരിക്കും മേ ബി അവർക്ക് അങ്ങനെ ഒരു തോട്ട് വരാനുള്ള കാരണം. എനിക്കതും അങ്ങനെ ഉണ്ടാവാതിരിക്കാം, കാരണം എല്ലാരും മനുഷ്യരല്ലേ. ചോദിക്കുന്നതല്ല, ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കാൻ ഉള്ള ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള കാര്യം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങളെ പോലുള്ള ആളുകളോട് ഈ ലഹരി പദാർത്ഥങ്ങളൊന്നും എൻഡോസ് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതൊക്കെ അതുകൊണ്ടാണല്ലോ. ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ടല്ലോ എല്ലാ കാലത്തും ദിൽഷയ്ക്ക്. അപ്പം ദിൽഷ പറയുകയാണ്, ഒരു ആണിനും പ്രണയം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു പെണ്ണിനും പ്രണയം ഉണ്ടാവുന്നത്, ഒരു ആണിനും പെണ്ണിനും പ്രണയം ഉണ്ടാവുന്നത് വളരെ നോർമൽ ആണെന്ന്
പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കില്ലേ നമ്മുടെ സമൂഹത്തെ പ്രോഗ്രസീവ് നേച്ചറിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ ചോദിക്കുന്നത്. വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരു പെണ്ണിന് പെണ്ണിനോട് ഇഷ്ടാവുക അല്ലെങ്കിൽ ഒരു ആണിന് ആണിനോട് ഇഷ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കട്ടെ, അത്രേ ഉള്ളൂ. ഈ തീം കേട്ടപ്പോൾ എന്താ മനസ്സിലേക്ക് വന്നത്? എനിക്ക് സത്യത്തില് ഇങ്ങനൊരു തീം ചേച്ചി പറഞ്ഞപ്പം എനിക്ക് അത് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി സത്യത്തില്. കാരണം നമ്മുടെ ഇതിലെ സ്റ്റോറി തന്നെ അങ്ങനെ ഒരു സ്റ്റോറിയാണ്. അതായത് ഒരു കുട്ടി സ്ട്രഗിൾ ചെയ്യുന്നതിനെയാണ് ഇതിൽ കാണിക്കുന്നത്. കാരണം ഈവൻ സൊസൈറ്റി ആയാലും നമുക്ക് തന്നെ അറിയാം, നമ്മൾ പോയി കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് നമ്മളെ കുറിച്ച് പറയുന്നതും അങ്ങനെയായിട്ടുള്ള കുറെ സംഭവങ്ങൾ ഈ മൂവിയിലുണ്ട്. അപ്പം എനിക്ക് ഈ മൂവിയിലൂടെ ഒരു മെസ്സേജ്, ഒരു നല്ല മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഒരു മൂവിയിലൂടെ, ഒരു ക്യാരക്ടറിലൂടെ അത് കൊടുക്കാൻ പറ്റുക, അതിലെ മെയിൻ ക്യാരക്ടറായിട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം. അപ്പൊ ചേച്ചി ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതില്ല. കണ്ണെഴുതി പൊട്ടുന്നൊട്ട് എന്നുള്ള സിനിമയുടെ കഥ കെട്ടി രാജീവ് കുമാർ പറഞ്ഞതിന് ശേഷം മഞ്ജു വരെ ചോദിച്ച ആദ്യത്തെ ചോദ്യം, എനിക്ക് സിനിമയും ഇതിന്റെ തീമും എല്ലാം വളരെ ഇഷ്ടമായി. ഇതിൽ നഗ്നതയുണ്ടോ? ഇതിൽ ഞാൻ ഇന്റിമേറ്റ് സീനെ അഭിനയിച്ച് കാണിക്കേണ്ടതുണ്ടോ? എങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് അവരെ ഒരു കൺസേൺ. ദിൽഷ ചോദിച്ചു, അതിൽ ലെസ്ബിയൻ ലവ് ആണ് കാണിക്കുന്നത്, അപ്പൊ ഇന്റിമസി ഉണ്ടാവുമോ, ഞാനത് ചെയ്ത് കാണിക്കേണ്ടി വരും, അങ്ങനെ ഒരു ഭയമുണ്ട്? അല്ല, ചേച്ചി ഓൾറെഡി ഇതിനകത്ത് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതില് ഒരുപാട് ഇന്റിമസി സീനുകളും കാര്യങ്ങളും ഒന്നും ചേച്ചി എല്ലാം എൻ്റെ അടുത്ത് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാ. നമ്മൾ ഇതില് അങ്ങനെ ഒരു വൾഗാരിറ്റി കൊണ്ടുവരാനല്ല നമ്മൾ ഇതിൽ നോക്കിയത് ആക്ച്വലി. അതായത് ഇപ്പം ഇങ്ങനെ ഒരു മൂവി എടുത്ത് നോക്കിയാലും, ഒരു ലെസ്ബിയന്റെ മൂവി എങ്ങനെ എടുത്ത് നോക്കിയാലും അവർ ഇപ്പൊ ആദ്യം നമ്മൾ ഇതിന് മുന്നേ ഏതോ 2-3 മൂവിയിലൊക്കെ ഇങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ട്. നമ്മൾ അതിലുപരി അതിന്റെ ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു സൈഡാണ് നമ്മൾ കാണിക്കാൻ നോക്കിയത്. ഒരു പ്രണയം അല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റോറി എടുക്കുമ്പോൾ ആളുകൾ കൂടുതലും, ഞാൻ കേട്ടതും കണ്ടതായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് ആക്ച്വലി. അങ്ങനെ ഞാൻ കൂടുതലും കേട്ടത് അങ്ങനെ, അതിൽ അങ്ങനെ ഒരു സീൻ ഇല്ലേ, ഇങ്ങനെയുള്ള സീൻ ഉണ്ടാവില്ല, അതിനെയാണ് കൂടുതൽ അവർ പോർട്രേ ചെയ്യാൻ നോക്കുന്നത്. അതെ, പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇതിൽ കൂടുതൽ കാണിക്കുന്നത് ഇന്റിമസിനേക്കാളും കൂടുതൽ ആ കുട്ടിയുടെ ആ ഒരു സ്ട്രഗിളും. അത് സിനിമ കണ്ട് മനസ്സിലാക്കുക തന്നെയായിരിക്കും നല്ലത്. അതാണ് കൂടുതൽ കാണിക്കുന്നത്. ഇപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഖസാക്കിന്റെ ദിവസത്തിൽ സൗവർഗരതിയെ പറ്റി പറയുന്നൊരു പർട്ടിക്കുലർ പോർഷൻ ഉണ്ട്. ചന്ദനമരങ്ങളിൽ മാധവിക്കുട്ടി വളരെ വിശാലമായിട്ട് തന്നെ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ സിനിമയെ മാത്രം ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരെ എത്ര അധികം സമയം പിടിച്ചെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, സമയം പിടിച്ചത് ഞാനൊക്കെ ചെറിയ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളത് ഈ സൈക്കിൾ യജ്ഞം നടത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവിടെ മാത്രം സ്ത്രീവേഷം കെട്ടുന്ന പുരുഷന്മാരുണ്ടായിരുന്നു അന്നൊക്കെ. അവരെ നമ്മൾ പകലൊന്നും അവരെ കാണില്ല. അവരെ നമ്മൾ രാത്രി ഞങ്ങളെ പറമ്പിലൊക്കെ വെച്ചിട്ട് ഒരു കളിക്കുമ്പോൾ നല്ല ഭംഗിയുള്ള സുന്ദരിയായ സ്ത്രീകളായി നമുക്ക് തോന്നും. അങ്ങനെ അവരെ മേക്കപ്പ്, പക്ഷെ അവരൊക്കെ പുരുഷന്മാരായിരുന്നു അന്ന്. അങ്ങനെയാണ് കണ്ടിരുന്നത്. പിന്നീട് കുറെ മാറിയപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ വന്നപ്പോൾ തന്നെ ടച്ചപ്പിനും അതിലും ഇതിലൊക്കെ ഇങ്ങനത്തെ കുട്ടികളൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ അന്നൊന്നും അവരെ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു. മനസ്സുകൊണ്ട് അവർക്ക് എതിരായിരുന്നു ഞാൻ. ഇതെന്തിനാണ് ഇങ്ങനെ, ഇതെന്താ ആണുങ്ങളെ പോലെ എന്തൊരു വേഷം കിട്ടുന്നു, പെണ്ണുങ്ങളെ പോലെ വേഷം കിട്ടുന്നു പറഞ്ഞ മനസ്സിൽ. പക്ഷെ അവരോട് പറഞ്ഞില്ല. പിന്നെ അവരെ നമ്മൾ അറിയാൻ ശ്രമിക്കുകയാണ്. അവരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ അവരുടെ ഓരോ കാര്യങ്ങൾ. പിന്നെ ഞാനൊരു നാടകം എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് അവരെ പറ്റിയിട്ട്. അപ്പം ഞാൻ ഒരുപാട് അവരെ പറ്റി പഠിച്ചു. അവർ വീട്ടിൽ വരുമായിരുന്നു. അപ്പം ഇതൊരു രോഗമോ ഒന്നുമല്ല, ഇതവരുടെ ഹോർമോൺ ചേഞ്ച് ആവുന്നതാണ്. ചേഞ്ച് അല്ല, അവരങ്ങനെയാണ് ജനിക്കുന്നത്. അത് ഒരു പുരുഷനാണെങ്കിൽ അത് പെണ്ണിന്റെ മനസ്സോടെയാണ്. അത് ആ കുട്ടികൾ പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. അവരറിയുന്നില്ല. അവരൊരു 8-10 വയസ്സാവുമ്പോൾ അവരിൽ വരുന്ന ഈ മാറ്റങ്ങളുണ്ടല്ലോ, അവരുടെ ചലനങ്ങൾ, ഈ ചലനങ്ങൾ കാണുമ്പോൾ അവരെ മാറ്റി നിർത്തപ്പെടുകയാണ്. അല്ലെങ്കിൽ കളിയാക്കുക, അവരെ ഉപദ്രവിക്കുക, ഇതൊക്കെ അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരുപാട് കുറഞ്ഞു. എനിക്കിപ്പോൾ ഞാൻ അവരുടെ കൂടെയാണ്, മനസ്സുകൊണ്ട് ഞാൻ അവരുടെ കൂടെ. പക്ഷേ അങ്ങനത്തെ കുട്ടികൾ നമ്മളെ വീട്ടിൽ ജനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം മാക്സിമം അവർ സപ്പോർട്ട് ചെയ്യുക, ചേർത്ത് നിർത്തുക എന്ന് ഞാൻ പറഞ്ഞത്. അവരെ മാറ്റി നിർത്തുക, നേരത്തെ ദിൽഷ പറഞ്ഞതിനോടാണ്. മാറ്റി നിർത്തപ്പെടുന്നോണ്ടാണ് ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത്. അവരെപ്പോഴും പുറത്തേക്ക് തള്ളുകയാണ്. ഈ തള്ളുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ പുറത്തിറങ്ങും, അവർ ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെ അവർ പോയി നിൽക്കുകയാണ്. അവരെല്ലാവരും ഉപയോഗിക്കുകയാണ്. മനസ്സിലായില്ലേ? അവർക്ക് പോലും അറിയുന്നില്ല എന്തിനാണ്. ഒരിക്കൽ ഞാൻ വായിച്ചിട്ടുണ്ട്, 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുത്തു കൊണ്ടുപോയി അതിനെ ഉപദ്രവിച്ചു എന്ന്. അതിനറിയുന്നില്ല എന്താന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഉള്ളത്. അത് മാറിക്കഴിഞ്ഞപ്പോൾ. പക്ഷെ അവരെ നിർബന്ധിതരാക്കുന്ന, അവരെ പിടിച്ച് ഓപ്പറേഷൻ ചെയ്യിക്കുക എന്നുള്ള സാധനം മറ്റുള്ള സമൂഹം അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് സത്യത്തിൽ. അതാണ് എനിക്ക് വിഷമം. അവർക്ക് അങ്ങനെ ഡ്രസ്സ് ഇട്ടാണ് അങ്ങനെ ജീവിക്കട്ടെ എന്നാണ് എൻ്റെ മനസ്സിൽ. ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത് എനിക്കൊരു വല്ലാത്തൊരു ഇത് തോന്നുന്നുണ്ട്. അവരെ കൂടെ നിർബന്ധിച്ച് ചെയ്യിക്കും. ഈ കളിയാക്കൽ കൊണ്ടാണ് അത് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. നീ ആണും പെണ്ണല്ല. അപ്പോൾ
ഇത് പെണ്ണാവാൻ ശ്രമിക്കുകയാണ് അവര്. അവരുടെ ശരീരത്തിന് അവയവം മുറിച്ച് മാറ്റിയിട്ട് എന്നാ പോട്ടെ എന്ന് വെച്ചിട്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര വേദനയാണ് സത്യത്തിൽ കാണുമ്പോൾ. ഞാൻ അവരോടൊപ്പമാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവരൊരു പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളത് കാര്യം അവർ തന്നെ സ്വയം ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അവരെ പറയുകയും ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ഇപ്പൊ എന്താ തോന്നുന്നത്? അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ അത് പൂർണ്ണതയിൽ എത്തുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ഒരു ഹോൾ ഉണ്ടാക്കിയ അത് കൂടാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? ഒരു മുറിവുണ്ടായി, ആ മുറിവ് തീർച്ചയായിട്ടും കൂടും. അതില്ലാതിരിക്കാൻ ഇവർ എന്തൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. പിന്നുകൊണ്ട് കുത്തി എന്നൊരു ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നുകൊണ്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പിന്നുകൊണ്ട് കുത്തുന്നത്. അപ്പൊ എന്തുകൊണ്ടാണത്? അപ്പൊ അതിപ്പോഴും ആ ഓപ്പറേഷനൊക്കെ ശരിയാണോ? പലതും ശരിയാവുന്നില്ല, ചിലതൊക്കെ വിജയിക്കുന്നുണ്ട്. ശരിയാണോ നമുക്കറിയില്ല. മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കഥയിലെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ല യഥാർത്ഥത്തിലുള്ള 2 പെൺകുട്ടികൾ അല്ലേ? അല്ല, ഈ കമ്മ്യൂണിറ്റി ഒന്നാണ്. വിഭാഗങ്ങളെ കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപാന്തര വിഭാഗം ഞാൻ ജസ്റ്റ് 2 പെണ്ണുങ്ങളെ സംബന്ധിച്ചുള്ള കാര്യത്തെ വെച്ചാണ് ഞാൻ പറയുന്നത്. എന്റെ മനസ്സിൽ അതാണ് ചിന്ത. അല്ലാതെ ട്രാൻസ്ജെൻഡേഴ്സോ അങ്ങനെയുള്ള അവരെ ഞാനിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. 2 പെൺകുട്ടികൾ, 2 പെണ്ണുങ്ങള്. അല്ല ചേട്ടാ, പെണ്ണുങ്ങൾ തന്നെ ആണുങ്ങളാവാൻ ശ്രമിക്കുന്നത്. ആണുങ്ങളുടെ കാര്യമാണ് ആണേലും അത് തന്നെയാ. അതിന് വ്യത്യാസമൊന്നുമില്ല. ആണുങ്ങളെ ആണേലും അതവർക്ക് അസുഖമൊന്നും അല്ല എന്നാണ് 2 പുരുഷന്മാര് തമ്മിൽ 2 സ്ത്രീകൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തോടെ ഞാൻ പറയുന്നത്. ഇത് പണ്ടും ഉണ്ട്. ഇപ്പോഴാണ് ധൈര്യം ആൾക്കാർക്ക് പറയാനുള്ള ധൈര്യം. ഇപ്പോഴും അത്രേ ഉള്ളൂ. ഇത് പണ്ടും നടക്കുന്നുണ്ട്. അല്ല, അതുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. അവരവരുടെ വഴിക്ക് പോകുന്നു. ഇത് ഒരു ഇതിന്റെ ഒരു ഞാനിതിന്റെ കഥയെ കൂടെ എഴുതിയാണ്. ഞങ്ങൾ 2 പേരുടെയാണ് ഇതിന്റെ കഥ. അപ്പോൾ നിങ്ങളൊരു ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനകത്ത് അഭിനയിച്ചവർക്ക് അവരുടേതായിട്ട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം. ഇനി നാളെ ഒരു സിനിമ കാണുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യമല്ല, വേറെ രീതിയിലാണ് തോന്നിയെന്ന് പറയുന്നവരുണ്ടാവും. അപ്പൊ ഓരോരുത്തർ പ്രേക്ഷകർക്ക്. പക്ഷെ ഞങ്ങൾക്ക് ഇതിന്റെ കഥ ഉണ്ടാക്കുന്ന സമയം തൊട്ടും അത് ഞങ്ങൾ ചർച്ച ചെയ്തുണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് അതിലൊരു വ്യക്തത കൃത്യമായിട്ടുണ്ട്. അത് അന്നുകൊണ്ട് ഇന്നുണ്ട്, എല്ലാ ഘട്ടത്തിലുണ്ട്. അതിനകത്ത് നമ്മൾ കാണിക്കുന്ന വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു നമ്മൾ പൊതുബോധങ്ങൾക്കനുസരിച്ച് ജനിച്ച് വളർന്ന് ജീവിച്ചു പോകുന്ന ആൾക്കാർ തന്നെയാണ്. അതിനകത്തുനിന്ന് നമ്മൾ എങ്ങനെ പുതിയ അറിവുകളെ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ സിഗ്നൽസിനെ റിസീവ് ചെയ്യുക, എത്രത്തോളം നമുക്ക് നവീകരിക്കാനും പുതിയ കാര്യങ്ങളെ പറ്റി പഠിക്കാനും പുതിയ കാര്യങ്ങളെ പറ്റി പഠിച്ച് അതിനകത്ത് എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് ഓരോരുത്തരുടെയും ബുദ്ധി പ്രവർത്തനം അനുസരിച്ചിട്ട് നടക്കുന്ന കാര്യങ്ങൾ. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഈ സിനിമ എടുക്കുന്നത് കൃത്യമായിട്ട് ഇവിടെയുള്ള തെറ്റായ പൊതുബോധത്തിനെതിരെയാണ് സംസാരിക്കുന്നത് എന്നുള്ള നല്ല വ്യക്തത ഞങ്ങൾക്കുണ്ട്. ഇതിനകത്ത് ഒരു സോഷ്യൽ കോസ് ഉണ്ടല്ലോ. അതെ, അതിനപ്പുറത്തേക്ക് സിനിമ എത്രമാത്രം പണം ഉണ്ടാക്കും എന്നുള്ളതും ഒരു പ്രൊഡ്യൂസറിന്റെ വേവലാതിയാവേണ്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും അങ്ങനെയുള്ള ചിന്തകളുണ്ടോ? സായി ആദ്യം എൻ്റെ അടുത്ത് ഒരു ബിഗ് ബഡ്ജറ്റ് പടത്തിന്റെ കഥയാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് അത്രയുള്ള ഒരു ബഡ്ജറ്റ് ഇല്ല, നമുക്ക് വേറൊരു സമയം ആ പടം ചെയ്യാം. അപ്പോൾ അത് ഇങ്ങനൊരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഈ സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിലൊരു യുണീക്കായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു 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 ട്രയാങ്കിൾ ലവ് സ്റ്റോറി ഇതിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മൾ സ്ഥിരം പല ഫിലിം ഫെസ്റ്റിവലിലും പോയി പല എല്ലാ ലാംഗ്വേജും എല്ലാ ഫോറിൻ ഫിലിം ഫെസ്റ്റിവലെല്ലാം പടങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ഇതിലെ ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ആ ഒരു ട്രീറ്റ്മെന്റ് ന്യൂ ആയിരിക്കും. സായി അവതരിപ്പിച്ച ഒരു ട്രീറ്റ്മെന്റ് പുതിയതായിരിക്കും. പ്രത്യേകിച്ച് ജയരാജ് സാറിന്റെ അസോസിയേറ്റ് ആണ് സായി. അപ്പം ആ ഒരു തട്ടത്തിൽ നിന്ന് വന്നപ്പോൾ എല്ലാം മരിച്ചു കലക്കി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ഇതിലൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ അതിൽ കൈ കൊടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇതൊരു ഇൻഡിപെൻഡന്റ് മൂവി, ആൾക്കാർ പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് മൂവിയായി മാറുമോ, ഫെസ്റ്റിവൽ പടം എന്നുള്ള പേര് വരുമോ. പിന്നെ ഞാൻ ആലോചിച്ചു ഇനിയും ആ ഒരു ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ എന്നുള്ളൊരു ആ ഒരു വേർതിരിക്കലിനെ അത് മാറ്റി അതായത് രണ്ടും ഒരേ സിനിമയാണ്, കൊമേഴ്ഷ്യൽ പടമാണ്. അപ്പൊ അതിന് ഞാനൊരു കാരണമായേക്കാം എന്ന് എനിക്ക് തോന്നി. എൻബോഡി എന്നുള്ള ഒരു പോയട്രി ഒക്കെ എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഈ ആണിന്റെ വാരിയലെടുത്ത് പെണ്ണിനുണ്ടാക്കിയെന്ന് പറയുന്നതിനെ പാട്രിയാർക്കിയുടെ ഒരു സ്വഭാവമാണെന്നൊക്കെ. ഇങ്ങനെ ഒരു കഥ വരുന്ന സമയത്ത് ഇതിനെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീ തമ്മിലുണ്ടാവുന്ന പ്രണയം അല്ലെങ്കിൽ അവർ തമ്മിലുണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പ് അതിനൊരു സോഷ്യൽ കോസ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണോ അതോ പുതിയ സിനിമ കിട്ടി ഫിലിമോഗ്രഫിയിലേക്ക് അത്ര ആലോചന പോയിട്ടുണ്ടായിരുന്നു? ആദ്യം തന്നെ കവിത വായിച്ചതിന് സന്തോഷം, നന്ദി. രണ്ടാമത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റെ കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. പക്ഷെ ഈ മുൻപേ പറഞ്ഞ ഈ കോസിനോടെല്ലാം ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഇവര് മനുഷ്യരാണ്, അല്ലെങ്കിൽ
ഇവരും ഇവരെ മാറ്റി ചേർത്ത് പിടിക്കുകയല്ല, മാറ്റി നിർത്തുകയല്ല, ഇവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നൊക്കെയുള്ള ഈ കോസിനോടെല്ലാം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ വളരെ ഓണസ്റ്റ് ആൻസർ, എനിക്ക് വന്ന ഈ കഥാപാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതായത് നമ്മൾ സാധാരണ കാണുന്ന സിനിമയിലെ ഈ അമ്മയും അമ്മൂമ്മയും ഭാര്യയും നെഞ്ചു ചതച്ച് കരയുന്ന ഉണ്ണി എന്ന് വിളിച്ച് കരയുന്ന അമ്മയും അതൊക്കെ കണ്ട് മടുത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വന്ന് അതൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് സായി അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ളൊരു സ്ത്രീയാണ്. അതായത് നമുക്ക് റിയൽ ലൈഫിൽ കാണുന്ന സ്ത്രീകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് ലെയേഴ്സ് ഉള്ള, ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉള്ള, ഭയങ്കര രസകരമായ സ്ത്രീകളാണ് ശരിക്കും ജീവിതത്തിൽ. അതെ അതെ. പക്ഷെ സ്ക്രീനിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് ബോറാ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ത്രീ അല്ല ജയന്തി എന്ന് പറയുന്നത്. ജയന്തി ഇതിൽ ഭാര്യയാണ്, അമ്മയാണ്, ഒക്കെയാണ്. പക്ഷെ ജയന്തി ഒരു ഇൻഡിവിജ്വൽ കൂടിയാണ്, ഒരു വ്യക്തിയാണ്. അപ്പൊ ജയന്തിക്ക് ജയന്തിയുടേതായ ഡിസയേഴ്സ് ഉണ്ട്, ജയന്തിയുടെ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പൊ അങ്ങനെ ശരിക്കുമുള്ളൊരു സ്ത്രീ അവരെ അവതരിപ്പിക്കാൻ കിട്ടിയ ഒരു ചാൻസ് ആണ് എനിക്കിത്, വലിയ ചാൻസ്. അതാണ് എന്നെ ഓണസ്റ്റ്ലി ഇതിലേക്ക് ആകർഷിച്ചത്. മീര മാം, ഇപ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങനെയുള്ള ഒരു ചർച്ചയിലൊക്കെ ഇരുന്ന് പറയുമ്പോഴൊക്കെയാണ് ഈ സ്വർഗ രതിയൊക്കെ കുറച്ചുകൂടി വളരെ പ്രോഗ്രസീവായ അല്ലെങ്കിൽ ഫോർവേഡ് ആയിട്ടൊരു കാര്യം. ഇപ്പോഴും പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സാധാരണ ജനജീവിതത്തിനിടയിലൊക്കെ ഇപ്പോഴും ഈ സ്വവർഗരതി ഒരു സ്റ്റിഗ്മയായിട്ട് തന്നെ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ കോഴിക്കോടുള്ള ആണുങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള വയസ്സായ ആളുകളൊക്കെ ഇതിന്റെ ഗേ ആയിട്ടുള്ള ആളുകളാണ്, അവര് പുരുഷന്മാരെ പീഡിപ്പിക്കാൻ പോലും മുതിർന്നു പോകും എന്നൊക്കെയുള്ള രീതിയിലുള്ള മുൻധാരണകൾ, അങ്ങനെയുള്ള ട്രോളുകളൊക്കെ വലിയ ഹിറ്റ് ആയിട്ടുണ്ട്. FFC പോലത്തെ ഗ്രൂപ്പുകളിലൊക്കെ കോഴിക്കോടിനെ അങ്ങനെ അധിക്ഷേപിച്ച സമയങ്ങളുണ്ട്. അല്ലെങ്കിൽ റഷീദ് എന്ന് പറഞ്ഞൊരു ട്രോള്, ഒരു ഫോൺ കോൾ ഭയങ്കര അധികം ഹിറ്റ് ആകുമ്പോൾ അത് ഈ പറഞ്ഞ ഗേ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാക്കുന്ന ട്രോമ വളരെ വലുതാണ്. കാരണം ഇവര് മനഃപൂർവ്വം ആരൊക്കെയോ പിടിച്ച് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്നു എന്നുള്ള ഒരു ധാരണയാണ് കൊടുക്കുന്നത്. സത്യം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ അല്ലെങ്കിൽ സമൂഹം ഇനിയും കുറെയൊക്കെ ഇവോൾവ് ചെയ്യാനുള്ളത് ആ ഒരു അവസ്ഥയില്ല ഇപ്പോഴും. തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പം എൻ്റെ കുട്ടികളുടെ ജനറേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ സാറിൻ്റെ കാഴ്ചപ്പാട്, സാർ പഴഞ്ചൻ ജനറേഷനിലാന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കര വലുത് തന്നെയാണ്. ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജെൻഡർ ഫ്ലൂയിഡിറ്റിയെ കുറിച്ച് സംസാരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് കുറച്ച് നാൾ മുമ്പ് സംസാരിച്ചപ്പോൾ, US അമേരിക്കയിലുള്ള ഫ്രണ്ടാണ്. അവിടെ ഇപ്പം ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്ന ഐ എം എ ക്യാറ്റ്, ഐ എം എ ഡോഗ് എന്നൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് ഇവിടെ ഇപ്പോഴും വന്നിട്ടില്ല, പക്ഷെ വരും, ഉടനെ തന്നെ വരും. അപ്പൊ അത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ ജനറേഷനിലുള്ളവർ അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ ജനറേഷനിലുള്ളവരൊക്കെയാണ് ഇതിനെക്കുറിച്ചൊരു ചർച്ച ആവശ്യമുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ കുട്ടികൾ വളരെ അവെയറാണ്. അവർക്ക് കുറച്ചുകൂടെ എനിക്കത് കുറച്ചുകൂടെ മനുഷ്യത്വമുള്ളവരും കുറച്ചുകൂടെ മനുഷ്യരെ മനസ്സിലാക്കുന്ന ആൾക്കാരുമാണ് അഭിപ്രായം. കുറച്ച് കുറവുണ്ടെന്ന് എനിക്കൊരു സംശയം. അല്ല, അങ്ങനെയല്ല. ഇതിപ്പോ രമേശ് ഏട്ടൻ തുറന്നു പറഞ്ഞു എന്നുള്ളൂ. പലരും അത് ഉള്ളിൽ വെച്ചിട്ട് പുറത്തേക്ക് വേറെ പറയും. ഇത് ആ നിലപാട് വ്യക്തമാക്കുന്നു. യോജിപ്പും അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്ന് നിങ്ങൾ ഇതിനോട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്നു, ഞാനും അവരേക്ക് എതിരൊന്നുമല്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു രീതിയോട് നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. അതാണ് അതിന്റെ ഒരു സംഭവം. പക്ഷെ ഇത് തെറ്റിദ്ധരിക്കപ്പെടാനും പാടില്ല കേട്ടോ. ഇതാണ് ചെറിയ കുട്ടികൾ വളരുമ്പോ ഇത് അങ്ങനെ ഉള്ളിലുള്ള കുട്ടികൾക്കാണ് ഇത് നല്ലാതെ സാധാരണ തോന്നാൻ പാടില്ല. ഇതാണ് പെണ്ണിനെ തന്നെയാണോ ആണാണ് അത് തോന്നാൻ പാടില്ല. അങ്ങനത്തെ രീതി തന്നെ എടുക്കണം. ചില അമ്മമാർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, അതായത് എന്റെ പെൺകുട്ടീനെ ഇപ്പൊ വേറൊരു പെൺകുട്ടിയുടെ ഒപ്പം വിടാൻ എനിക്ക് പേടിയാവണത്. അവര് ആ കുട്ടീനെ മോശമാക്കുകയാണ്. പക്ഷെ ഇവര് രണ്ടുപേരും ഒരേ മനസ്സുള്ളവർ മാത്രം അവരെടുക്കണുള്ളൂ. ആരെയും നീ ഇവിടെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പിന്നാലെ പ്രണയലേഖനം കൊണ്ട് നടക്കുന്നില്ല. അവരെ ദൈവം അങ്ങനെ സൃഷ്ടിച്ചു, അവര് പരസ്പരം എടുക്കും. പക്ഷെ അമ്മമാര് വിചാരിക്കുന്നത് എന്നറിയാമോ, ഓളുടെ അടുത്ത് കൂടെ പോയിട്ടുണ്ടോ അങ്ങനെ തന്നെ, അതുകൊണ്ട് കൂടെ പോകാൻ പാടില്ല, അവർ ആ ടൈപ്പാണ് എന്നാണ് പറയണത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മളിപ്പോൾ ജെൻഡറിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഈ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറേ ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്, ഇവർ രണ്ടും രണ്ട് റിലിജൻസിൽ പെട്ടവരാണ്. ഒരാൾ ഹിന്ദുവും ഒരാൾ മുസ്ലിമുമാണ്. ഇവർ രണ്ടും രണ്ട് സോഷ്യൽ സ്ട്രേറ്റിൽ പെട്ട ആൾക്കാരാണ്, രണ്ട് ഇക്കണോമിക് സ്ട്രേറ്റിൽ പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രേറ്റിലുള്ള ആൾക്കാർ തമ്മിൽ ആണോ പെണ്ണോ ആയിക്കോട്ടെ പ്രേമിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കുറേ ബാരിയേഴ്സ് നമ്മുടെ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട്. അതിനെ എല്ലാം കൂടെ അഡ്രസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ജനറൽ മാത്രം ഒതുങ്ങി പോകുന്നു ഈ സിനിമയ്ക്ക്, അല്ലെ? കഥ എഴുതിയ ആൾക്കും സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കും ഒക്കെ പ്രണയത്തിന് അങ്ങനെ ജാതി മതം അതാ ഞാൻ പറഞ്ഞത്. അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ജയന്തിയുടെ സ്ഥാനത്ത് സരളയാണ് ജുമേലയുടെ സ്ഥാനത്തുണ്ടെങ്കിലും
അവർ തമ്മിൽ പ്രണയിക്കും. ജുമൈലയുടെ പുറത്തൊരു ജമീല ആണെങ്കിൽ പോലും പ്രണയിക്കും. ഒരു പരസ്പരം അറിയാതെയോ അറിഞ്ഞോ അവർ ഒരേ വികാരം ഉൾക്കൊള്ളുന്ന വ്യക്തികളായതുകൊണ്ട് അവർ പ്രണയിച്ചു. അവിടെ ജാതിയോ മതമോ ഒന്നും ബാധകമല്ല. എനിക്കിതിൽ വ്യത്യസ്തമായി തോന്നിയിട്ടുള്ളത് സാധാരണ ഒരേ ഏജിലുള്ള ആൾക്കാരാണ് കൂടുതൽ. അതെ, ഏജ് ബാരിയർ അത് പറയണമെന്ന് വെച്ചു ഞാൻ. മനസ്സിലായില്ലേ? ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി ആ ഒരു ബാരിയർ അതാണ് ഇതുവരെ വരാത്തൊരു സാധനം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയാണ്. മറ്റതൊക്കെ ഒരുമിച്ച് കളിച്ച് വളർത്തുന്ന കുട്ടികൾക്ക് അവർക്ക് അതാണ് പ്രണയത്തിന് പ്രായമില്ല. പ്രണയത്തിന് പ്രായമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റാളുകളുടെ കഥാപാത്രങ്ങളെ കൂടെ ചിന്തിക്കണം. ഈ മാതാപിതാക്കൾക്ക് സമൂഹത്തിലുണ്ടാകുന്ന അവസ്ഥ എന്താണ്? ഈ അച്ഛന്റെ ഹൃദയം ഒന്ന് ഞാൻ എന്റെ കഥാപാത്രത്തിൽ തന്നെ പറഞ്ഞ അതിന് ആരുടെ കുറ്റം? സമൂഹത്തിൽ ഒരുപാട് അവഹേളനം സഹിക്കുന്നില്ലേ? ആരുടെ കുറ്റം? അവരുടെ കുറ്റാണ്, മാതാപിതാക്കളുടെ കുറ്റാണ്. അല്ല, അവരുടെ കുറ്റാണോ? കുഞ്ഞുങ്ങളുടെ കുറ്റാണോ? അല്ല, ആണെന്ന് പറയുന്നില്ലല്ലോ. പക്ഷെ ഞാൻ പറയാം, ഇതും സമൂഹം കാണുന്നതാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു കുറെ കൂടി കഥാപാത്രത്തിലേക്ക് ഇറങ്ങി സ്വന്തം അല്ല, അങ്ങനല്ല ഒരു നടൻ വിചാരിക്കേണ്ടത്. അങ്ങനെ അതങ്ങനെയാണ് ഞാൻ നടൻ വിചാരിക്കല്ലേ, ഒരു നടി വിചാരിക്കുന്നത്. ഞാൻ എത്ര നിർണായകമായ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും, ഒരു സീക്വൻസ് വന്നു കഴിഞ്ഞാലും, ഇത് ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്നുള്ള ക്വസ്റ്റ്യനാണ് ആദ്യം എന്നിലെ കലാകാരൻ എന്നിൽ തോന്നുന്ന ഒരു ഇതാണ്. അപ്പൊ അതനുസരിച്ചാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോക്കും, ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം ഏത് പൊസിഷനിൽ നിൽക്കുന്നു, സമൂഹത്തിൽ എന്ത് അംഗീകാരമുണ്ട്, അല്ലെ സമൂഹത്തിൽ ഏത് മേഖലയിൽ വിരചിക്കുന്ന ഒരാളാണ്, അതനുസരിച്ച് ആ കഥാപാത്രത്തിന് വേരിയേഷൻസ് ഉണ്ടാവും എന്നുള്ളതല്ലാതെ അവസ്ഥ എല്ലാവർക്കും. ദുഃഖം എന്ന് പറയുന്നത് മനസ്സിൽ വരുന്ന പട്ടിക്കും പൂച്ചയ്ക്കും ആനയ്ക്കും മനുഷ്യനും എല്ലാം വരുന്ന ദുഃഖം തന്നെ. ആ പാടെ പറഞ്ഞു നേരാണെന്നൊന്നും എനിക്കറിയത്തില്ല. ലോകത്ത് ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള സാഹിത്യങ്ങൾ 36 മുഹൂർത്തങ്ങളെ ഉണ്ടായിട്ടുള്ള ആരോ മഹാന്മാർ പറഞ്ഞു. അത് വെച്ചാണ് ഈ കളികൾ മുഴുവൻ കളിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള ഒരു മുഹൂർത്തം അല്ലാതെ ഈ 800 കോടി ജനങ്ങളുണ്ട്. അവർക്കൊക്കെ ഈ വികാരങ്ങൾ വരണമെങ്കിൽ 800 കോടി വികാരങ്ങളൊന്നും ഇവിടെ ഇല്ല. ഉള്ള വികാരം ഈ 36 മുഹൂർത്തങ്ങളെ കലാസന്ദർഭങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതിനകത്ത് നിന്നാണ് കളിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇതിനു വേണ്ടി ഇപ്പം ഈ സിനിമ എല്ലാവരും വന്ന് കണ്ടെങ്കിലേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് ഞാൻ പറഞ്ഞതിന്റെ പിന്നിലെ എനിക്കങ്ങനെ അല്ല, ഈ സിനിമയെ സംബന്ധിച്ചോളം നമുക്ക് അതിനകത്ത് വ്യക്തതയുണ്ട്. നമ്മൾ ഇതിനകത്ത് പേരൻസ് കാണിക്കുന്നത് വെച്ചാൽ കുട്ടികളുടെ മേൽ മാതാപിതാക്കൾക്ക് പരിമിതമായ നിയന്ത്രണം മാത്രമേ ഉള്ളൂ, അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ആ ഒരു പൊളിറ്റിക്സ് തന്നെയാണ് നമ്മൾ വെക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സംഭവം, ഒരു അധികാര സ്ഥാപിക്കൽ ഒരു പേരൻസിനും ഇല്ല. അത് ഈ സിനിമ അങ്ങനെ തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അത് രമേശന്റെ കഥാപാത്രം പോലും ആ രീതിയിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അല്ല, വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് നീങ്ങാനല്ലോ. അതെ, വിധിയെ ആർക്കും തടുക്കാൻ ഈ പിതാവിന്റെ അവസ്ഥ, ആ കഥാപാത്രം, ആ വാപ്പായുടെ അവസ്ഥ അതാണ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ആ രീതി വന്നത്. അത് സംവിധായികം പറഞ്ഞിട്ടില്ല, കഥാകൃത്തും അതിനെതിരൊന്നും പറഞ്ഞില്ല. അത് കറക്റ്റ് ആണെന്നും പറയും. പ്രേക്ഷകരോട് പറഞ്ഞാൽ എന്റെ ഭാഗം ക്ലിയർ ആയി. സിനിമ ആണ് മനസ്സിലേക്കുള്ളൂ, അതൊരു അഭിനയം മാത്രമായിരുന്നു. എത്ര നല്ല നടനാണെന്ന് ഇത് കാണുമ്പോ മനസ്സിലാവും അല്ലേ? അല്ല, ഞാൻ അത് ചെയ്യുമ്പോഴും എന്റെ മനസ്സിൽ ഇത് ശരിയല്ല, ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മറ്റേ ആ ബാപ്പയുടെ അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എത്രയും ബഹുമാനപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മറ്റൊരു പെൺകുട്ടിയുടെ കൈ ഇങ്ങനെ ചേർത്ത് അവളെ ഞാൻ സഹായിക്കുന്ന അവസരം. അതായത് ദിൽഷയുടെ മറ്റൊരു പെൺകുട്ടിയുടെ കൈ പിടിച്ചോണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ പ്രായിക്കൊണ്ടിരിക്കും. ഞാൻ അവളെ സഹായിക്കുന്ന ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ആ ഒരവസ്ഥ അത് ആണ്. എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്നുള്ള ഒരു എവിടെയെങ്കിലും ജീവിക്കട്ടെ, അവിടെ ഇഷ്ടത്തിന് എന്നുള്ള രീതിയിലുള്ള ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. കഥ എല്ലാവർക്കും ഏകദേശം പിന്നെ എന്തായാലും മാത്രമാണ് വ്യത്യാസം. ഇതിന്റെ കണ്ടന്റും എല്ലാവർക്കും അറിയാം, കഥയും എല്ലാവർക്കും അറിയാം, പക്ഷെ ഇത് ഉൾക്കൊള്ളുന്ന രീതിയാണ്. പിന്നെ വേറെ കാര്യം കൂടെ പറയട്ടെ, ഇതിപ്പം ദിൽഷ ഇരുത്തിക്കൊണ്ട് പറയുക. അപ്പൊ ഈ കഥാപാത്രം ചെയ്യുമ്പോ സ്വാഭാവികമായിട്ട് ദിൽഷ എന്റെ മോളാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അല്ല, അവളുടെ അത്രയും ആ പെരുമാറ്റ രീതികൾ കൊണ്ട് ഒരു കഥാപാത്രത്തിൽ ഡോണ്ട് ആക്ട് ബട്ട് ബിഹേവ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഞാൻ ആ പെരുമാറ്റം കൊണ്ട് അവൾ ആ കഥാപാത്രമാണെന്ന് എന്റെ മനസ്സിൽ തോന്നി. അപ്പൊ ഞാനും ആ അച്ഛനായതെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ആ സിറ്റുവേഷൻ. അല്ലെ? കറക്റ്റ് ആണ് കേട്ടോ. കാരണം ഈ സിനിമ കണ്ടാൽ
ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത് ദിൽഷായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായം തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും നന്നായിട്ട് എല്ലാവരും അതായത് ദിൽഷ വളരെയധികം തുറന്ന് അഭിനയിക്കുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു. പക്ഷെ നിശബ്ദമായ നൊമ്പരം ഉള്ളിൽ ഒതുക്കിയിട്ട് സംഭാഷണങ്ങളില്ലാതെ ജനങ്ങളെ മീരയും ആകർഷിച്ചു. അതേപോലെയാണ് മീരയുടെ പ്രകടനങ്ങളായിരുന്നത്. ഇതിനെ ചോദിച്ചപ്പോ ഇത്രയും ഇതായിട്ട് പറഞ്ഞ ആള് ഇതിന് നേരെ എതിരാ. സിനിമയിലെട്ടോ തെറ്റിദ്ധരിക്കരുത്. ആക്ച്വലി ഇവരുടെ ക്യാരക്ടർ ഇവിടെ ഉള്ള സ്വിച്ച്. ഈ ആക്ടിങ്ങിലേക്ക് മാറുന്നതുകൊണ്ടാണ് ആ ഒരു പകിട്ട് കുറച്ച് കുറയുന്നത്. അങ്ങനെയില്ല, ഞാൻ കുറച്ച് ആക്റ്റീവ് അല്ലായിരുന്നു സത്യത്തില്. ഒരു സമയത്ത് ഇപ്പം ഞാൻ ഒന്ന് ആദ്യം അത് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അല്ല, ഞാൻ സിനിമയിൽ തന്നെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങനെ പറയാം. അല്ല, ആദ്യം എന്ന് പറയുന്നത് ലൈക്ക് ബിഗ് ബോസ് കഴിഞ്ഞ ടൈമില് ഒരുപാട് സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ ഞാനായിരുന്നു സോഷ്യൽ മീഡിയ ഞാൻ വിചാരിച്ചു കുറച്ച് ബ്രേക്ക് എടുക്കാം. ഇല്ല, പിന്നെ ഞാൻ ഒന്ന് കുറച്ചൊന്ന് മാറി നിന്നു. അപ്പൊ പിന്നെ കൂടുതലും സിനിമയിലും ഡാൻസിലും അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പൊ ആ ഷോക്ക് ശേഷം സിനിമയിൽ എത്രമാത്രം സെലക്റ്റീവായി, ആളുകളെ പറ്റി എത്രമാത്രം സെലക്റ്റീവായി? അല്ല, സിനിമയിൽ ഞാൻ ഫസ്റ്റ് മൂവി കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അത് കഴിഞ്ഞപ്പോൾ കുറെ മൂവീസ് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ എനിക്ക് എന്റെ ഒരു ടാലന്റ് കാണിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നു ഞാൻ. പക്ഷെ അത് നല്ല വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെയാണ് ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്നത്. അപ്പൊ ഞാൻ സത്യത്തിൽ ഇങ്ങനെ ഒരു മൂവി വന്നപ്പം ഞാൻ ആ ക്യാരക്ടറാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. എനിക്ക് തോന്നി ഇതൊക്കെ ലൈഫിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടണം എന്നില്ല. മേ ബി വലിയ ബഡ്ജറ്റുള്ള വലിയ മൂവിയിൽ ഒരു ചെറിയ ക്യാരക്ടറൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടർ, ഒരു ഫുൾ മൂവി നമ്മളെ ബേസ് ചെയ്തിട്ടൊരു മൂവി വരാന്ന് പറയുന്നതും അത് കിട്ടാന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പം ഞാൻ കൂടുതൽ ആക്ടിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചാൽ അത് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ മൂവിയിലോട്ട് വന്നത്. ഇപ്പൊ ഈ സിനിമയൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ അവരൊരു സ്ട്രോങ് സോണൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ചെയ്യാറുണ്ടല്ലോ. ഇപ്പൊ നമ്മൾക്കറിയാവുന്ന ദിൽഷയുടെ സ്ട്രോങ് സോൺ ഡാൻസ് ആണ്. അപ്പൊ അവിടേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള സിനിമകൾ എന്തുകൊണ്ട് വരുന്നു? ഇപ്പൊ ഒരു സ്റ്റെപ്പ് അപ്പ് പോലെയോ അല്ലെങ്കിൽ ഹൈസ്കൂൾ മ്യൂസിക്കൽസ് ഒക്കെ പോലുള്ള സിനിമകൾ എന്തുകൊണ്ടാണ് മലയാളത്തിൽ സംഭവിക്കാത്ത, അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ദിൽഷയ്ക്ക് വരാറുണ്ടോ? എന്താ ആ ഒരു ഏരിയയില്? അല്ല, എനിക്ക് ആക്ച്വലി ഡാൻസിന്റെ ഒരുപാട് ഈവൻ മൂവീസിലും പെർഫോം ചെയ്യാനും ഈവൻ ഹൈ ബഡ്ജറ്റ് മൂവിയിൽ വരെ എനിക്ക് ഡാൻസ് മാത്രം എനിക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരു സെലിബ്രേഷൻ മോഡ് ഡാൻസും അങ്ങനെയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് കുറെ. പക്ഷെ ഞാൻ ആ ഒരു സൈഡിലോട്ട് മാത്രമായി പോവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറെ ചാൻസുകൾ ഞാൻ റിജക്ട് ചെയ്തു. കാരണം എനിക്ക് ഡാൻസ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം ഞാനൊരു ഡാൻസർ ആണ് എന്നുള്ളത്. ഞാൻ ഓൾറെഡി തെളിച്ച് കഴിഞ്ഞതാ. ഒരുപാട് റിയാലിറ്റി ഷോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം ഞാൻ ഡാൻസർ ആണ്. പക്ഷെ ഇപ്പം എനിക്ക് തെളിയിക്കാൻ ആഗ്രഹം ലൈക്ക് ഞാനൊരു നല്ലൊരു ആക്ട്രസും കൂടി ആണെന്ന്. അപ്പൊ ഞാൻ ഇപ്പൊ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അതിലാണ്. ഈ ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷമേ ആളുകള് പലപ്പോഴും ആ ഷോയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ ദിൽഷൻ ആ ഏരിയയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ഇതാണെന്ന് ആണോ ആ ഷോ കഴിഞ്ഞപ്പോ പഠിച്ച പാഠം? ഷോ കഴിഞ്ഞപ്പോ ഞാൻ ഒരുപാട് എനിക്കെന്താ അറിയില്ല. ഞാൻ നിങ്ങൾക്ക് ഈവൻ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ എത്രമാത്രം പാഠങ്ങൾ ഈ ഒരൊറ്റ ഷോയിൽ നിന്ന് പഠിച്ചു എന്നുള്ളത്. അപ്പം ടോക്സിസിറ്റി എനിക്ക് തോന്നുന്നു ഉള്ളവരുണ്ട് ഇല്ലാത്തവരും ഉണ്ട്. അപ്പം എനിക്ക് രണ്ടും കിട്ടിയിട്ടുണ്ട്. അതിന്ന് കൂടുതൽ കുറച്ചും കൂടെ കിട്ടിയത് അതായിരിക്കാനാണ് സാധ്യത. എനിക്ക് ഒരുപാട് ഞാൻ ഓൾറെഡി ബിഗ് ബോസിൽ ഇരുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു എന്താ പറയാ എന്റെ ഫാമിലിയിൽ ഒതുങ്ങിക്കൂടി വളർന്നൊരു കുട്ടിയാണ്. അതായത് അച്ഛനമ്മ ചേച്ചി എണീറ്റ് ഞാൻ അങ്ങനെ പുറത്ത് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഞാൻ. അങ്ങനെ ഞാനായിരുന്നു ആ ബിഗ് ബോസിൽ പോയത്. അപ്പം എനിക്ക് എല്ലാവരും പുതിയ ആളുകളാണ്, പുതിയ ക്യാരക്ടറുകൾ മനസ്സിലായി. അങ്ങനെ കുറെ എക്സ്പീരിയൻസുകൾ എനിക്ക് അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. സിനിമയൊക്കെ ചൂസ് ചെയ്യുമ്പോ ഇപ്പൊ എന്താ ക്രൈറ്റീരിയ? അങ്ങനെ ക്രൈറ്റീരിയ എന്നൊന്നും പറയില്ല. പക്ഷെ എൻ്റെ അടുത്ത് എപ്പോഴും ഈവൻ ഞാനാണ് ഇപ്പൊ കഥ കേട്ടിട്ട് എനിക്ക് കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഓക്കെ ഞാൻ അത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അച്ഛനും അമ്മ എൻ്റെ അടുത്ത് പറയാറുണ്ട് ചെയ്യുമ്പം എപ്പോഴും നോക്കി നല്ല അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും സമ്മതമൊക്കെ ചോദിച്ചിട്ടാണ് ചെയ്യാറ്. പക്ഷെ സ്റ്റിൽ ഞാൻ ഇപ്പം ആദ്യം എനിക്ക് ആഗ്രഹം എല്ലാരും കാണുന്ന പോലെ നല്ല ഭംഗിയുള്ള നായിക, സ്ലോ മോഷൻ ഷോട്ടുകളും നല്ല പാട്ട്, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുക, അതൊക്കെയായിരുന്നു ആദ്യത്തെ എന്റെ കോൺസെപ്റ്റ്. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് അത് കംപ്ലീറ്റ്ലി മാറി. ഈവൻ എനിക്ക് മേക്കപ്പിന്റെ അല്ല, ലൈക്ക് ഇപ്പൊ ചേച്ചി തന്ന ക്യാരക്ടറിൽ ഞാൻ ഇവിടെ സെറ്റിൽ എത്തിയത് ഇപ്പൊ 6 മണിക്കാണ് ഷൂട്ട് തുടങ്ങിയത്. ഞാൻ ഒരു 5:50, 55 എത്തിയാൽ മതി. ഒന്നുമില്ല, ഞാൻ ഒരു ഡ്രസ്സ് മാത്രം ഇട്ടാൽ മതി, വേറെ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആ ക്യാരക്ടർ ആവാം, അത്രേ ഉള്ളൂ. ഇപ്പം എനിക്ക് അതിനോടാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് അഭിനയിക്കാൻ ഉണ്ടായാൽ മതി, ഭംഗിയൊന്നും കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല.
ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ഒരു വിഷയം എടുത്ത് സംസാരിച്ചത് കാതലാണ്. അപ്പൊ കാതൽ ഉണ്ടാക്കിയ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട് മലയാള സിനിമയിൽ. മമ്മൂക്കയെ പോലെ ഒരു താരം അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരു നടൻ, നാഷണൽ ലെവലിൽ നിൽക്കുന്ന ഒരു താരം, അപ്പൊ അപ്പുറത്ത് ഒരു സൂപ്പർ സ്റ്റാർ വിഗ് മാറ്റാൻ പോലും സമ്മതിക്കാത്ത അവസ്ഥയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വേഷം എടുത്ത് ചെയ്യുന്നത്. അതിനൊരു ഗട്ട്സ് വേണമല്ലോ. കാതൽ കണ്ട സമയത്ത് ഒരു സഹപ്രവർത്തക എന്നുള്ള രീതിയിൽ സിനിമത്ത് മാമിന് എന്താ തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് വളരെ മനോഹരമായിട്ടുള്ള ചിത്രമായിട്ട് തോന്നി. കാരണം ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ ഏറ്റവും മോശമായിട്ടും ചിത്രീകരിക്കാം, മനോഹരമായിട്ടും ചിത്രീകരിക്കാം. കാരണം ഒരു ഇഞ്ച് മാറി അത് വളരെ മോശമാവും. മനസ്സിലായില്ലേ? ഇത് എനിക്കിത് കഥ എനിക്ക് അയച്ചു തന്നു, വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരു ഇഞ്ച് അങ്ങോട്ട് പോകുന്നില്ല, അങ്ങനെ ഒരു മോശമായൊരു ഇതിലേക്ക് പോകുന്നില്ല, വൾഗാരിറ്റിയിലേക്ക് പോകുന്നില്ല. അതുപോലെയാണ് മമ്മൂക്കയുടെ സിനിമയും മനോഹരമായിട്ട് ആ ലാസ്റ്റ് മാത്രമല്ലേ അത് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ, അതുവരെ നമുക്ക് അറിയുന്നില്ല. അതത്ര സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവർ തമ്മിലുള്ള ബന്ധം ഒന്നും കാണിക്കുന്നില്ലല്ലോ. ഒരു സിറ്റുവേഷനിൽ പോലും അങ്ങനെ ഒരു വൃത്തികേട് ഒന്നുമില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. അതാണ് ഭയങ്കരമാണ് അത് എടുത്ത രീതി, അതാണ് ഓരോരുത്തരും എടുക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും. ആ സിനിമയിലെ മമ്മൂക്ക കഥാപാത്രം ചെയ്തതില് സാഷ്ടാംഗ പ്രണാമം ചെയ്യണമെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ എന്നിരുന്നാലും ആ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ടർബോയ്ക്ക് വേണ്ടിയിട്ട് അഭിനയിക്കാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പൊ ആ ചെന്നപ്പം അദ്ദേഹം ഷോട്ടിൽ നിൽക്കുക ഇതായിട്ട് ഉള്ള, ഞാൻ ചെന്ന് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ ഇതിനെ കുറിച്ച് ഞാൻ പറയുന്നത്, ചെന്ന് കഴിഞ്ഞ ഉടനെ കയറി ചെന്ന് ഞാൻ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കാതിൽ കണ്ടു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചത്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഡോടും ഇവിടെ ആളുകൾ നിൽക്കുന്നത് കാതിൽ കാതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം. ആ കോമഡി അദ്ദേഹത്തിന്റെ നർമ്മപ്രധാനമായ ആ ഒരു ഇത് നമുക്ക് അങ്ങനത്തെ റോള് ചെയ്യുമ്പോ നമ്മളെ എന്താ അതല്ലേ പറഞ്ഞത്. അദ്ദേഹം അത് ചെയ്ത് എത്ര ഇതോടുകൂടി അത് പ്രമേയം കണ്ടു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ കാണണമെന്ന് എഴുതിയിരുന്നപ്പോൾ കാണാം. പിന്നെ ഇതുകൂടെ ചേർത്താ കാണാം, രണ്ടും കൂടെ ഒന്നിച്ചായിരുന്നു. പക്ഷെ കാതിൽ കണ്ട് പറഞ്ഞു അദ്ദേഹം ആ വേഷം ചെയ്തിട്ട് ഉള്ള ആ ഒരു അവസ്ഥ വെച്ച് അന്നേരം അദ്ദേഹത്തിന്റെ ആ കോമഡി ആ സമയത്ത്. അപ്പൊ ആ കഥാപാത്രം ചെയ്ത് അത്രയ്ക്ക് സന്തോഷത്തോടു കൂടിയാണ് പുള്ളി അത് ചെയ്തതെന്നും പറയുക. അല്ല, ഇത് എതിർക്കുന്ന ആൾക്കാർ പോലും അനുകൂലിക്കത് അങ്ങനെ ചിത്രീകരിച്ചിട്ടുള്ളത്. അതാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. നമ്മളതിനകത്ത് ഒരു തർക്കം ഉണ്ടാക്കി മാറുക, പൊളിറ്റിക്സ് വിളിച്ച് പറയുന്നത് മാത്രമല്ലല്ലോ. അങ്ങനത്തെ ഒരു എല്ലാവർക്കും അതിനോടൊരു അനുകമ്പ ഉണ്ടാവും, ആ ഇമോഷൻ കൺവേ ആവുന്നുള്ളതാണ്. അത് അവിടെ വർക്ക് ചെയ്ത് അതുപോലത്തെ ഒരു സിനിമയാണ്, കൊമേഴ്ഷ്യൽ സിനിമയാണിത്. അതുകൊണ്ടാണ് ഞാനിപ്പോ എന്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ പറഞ്ഞതെങ്കിലും ഈ കഥാപാത്രം എന്നുള്ള നിലയിൽ, കഥ എന്നുള്ള നിലയിൽ ഇതുമായിട്ട് ബന്ധമില്ല. പറഞ്ഞത് പേഴ്സണൽ ഇതാ ഞാൻ പറഞ്ഞു. സിനിമ എത്രാം തീയതിയാണ് റിലീസ്? 18-ാം തീയതി, ജൂലൈ 18-ാം തീയതിയാണ്. ഇതിന്റെ ക്യാമറ ചെയ്തത് സുനിൽ പ്രേമാണ്. മിന്നാമിന്നി ഇതുവരെയൊക്കെ ചെയ്ത സുനിൽ പ്രേമാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിട്ടുള്ളത് റാസയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. റാസ ബീഗം പാടിയിരിക്കുന്നു. റഷീദ് പാറക്കലിന്റെ വരികൾ. BGM ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത് മേലെപ്പാട്ട്. പിന്നെ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തി രാജേഷ് ചേർത്തലയുടെ ഫ്ലൂട്ടും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിനിമ റിലീസാവുന്നു. തീർച്ചയായും ഒരു എഡ്യൂക്കേഷൻ അപ്പുറത്തേക്കൊരു എല്ലാ അർത്ഥത്തിലും ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ചേരുവകളും കൂടിയുണ്ട് CF ലബിന്. പ്രേക്ഷകർ ടിക്കറ്റ് എടുത്ത് കാണട്ടെ. എല്ലാവരുടെയും നേരത്തിന് ഒരുപാട് നമസ്കാരം. താങ്ക് യു.